മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ഇരിക്കുക ആടാം. ഹായ്, ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കൊട്ടോഞ്ഞാലാണ്. അപ്പോൾ ആ കൊട്ടോഞ്ഞാൽ നമ്മൾ തുംലൈനിൽ അതേപോലെ നമ്മളെ ഇൻട്രോയിലൊക്കെ കണ്ടതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കൊട്ടോഞ്ഞാൽ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള സാധനം 2 ടയറാണ്. ഈ 2 ടയർ പഴയ ടയറാണ്. അപ്പോൾ ഒന്ന് നമ്മൾ കാറിൻ്റെ ടയറാണ് എടുത്തത്, ഒന്ന് നമ്മൾ സ്കൂട്ടറിൻ്റെ ടയറാണ് എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെയുള്ള കയറാണ്. ഇത് 6mm കയറാണ്. ഇത് 5mm നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ കൊട്ടോഞ്ഞാൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം വലിയ ടയർ എടുക്കാം. വലിയ ടയറിൻ്റെ ഈ ഭാഗങ്ങളിലൂടെ, അതായത് സൈഡ് ഭാഗങ്ങളിലൂടെ നമുക്ക് കുറച്ച് ഹോളുകൾ തയ്യാറാക്കണം. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ആദ്യം അപ്പോൾ ഈ ഭാഗം നമ്മൾ കയറി ഇരിക്കാനുള്ള ഭാഗമാണ് ഈ ഭാഗം വരിക. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഹോള് വേണ്ട. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇതിങ്ങനെ റൗണ്ടിൽ നമ്മൾ ഹോൾ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചെറിയ ടയർ എടുത്തിട്ടുണ്ട്. ചെറിയ ടയറിനും നമുക്ക്, അപ്പോൾ അതിൽ വലിയ ടയറിൽ നമ്മൾ 23 ഹോളാണ് കൊടുത്തത്. ആ 23 ഹോള് നമ്മൾ ഇതിലും കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ 2 ഭാഗത്തും നമുക്ക് ഹോള് വരണം. ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് നമുക്ക് ഹോള് വരണം. അപ്പോൾ 2 ടയറിന് നമ്മൾ ഹോളുകളൊക്കെ തയ്യാറാക്കി. ഇത് ചെറിയ ടയറിന് 2 ഭാഗവും റെഡിയാക്കി. അതേപോലെ വലിയ ടയറിന് ഒരു ഭാഗം നമ്മൾ ടയർ ഹോളുകളൊക്കെ റെഡിയാക്കി. ഇനി നമുക്കിത് കയറ് കോത്ത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കയറുകൾ അളവെടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 1.80 1 മീറ്റർ 80 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ ഈ കയറുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ 23 പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കയറുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഓരോ കയറിൻ്റെയും എൻഡ് ഭാഗങ്ങൾ ഇതേപോലെ നമ്മൾ ഒരു തീയിൽ ഇതേപോലെ ഒന്ന് ഉരുക്കി നമ്മളൊന്ന് അത് കൂർപ്പിച്ച് കൊടുക്കണം. അതായത് നമുക്ക് കോർത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കയറിലും നമ്മൾ ഇതേപോലെ നമുക്ക് ഇതേപോലെ 2 ഭാഗവും കയറിൻ്റെ 2 ഭാഗവും ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയറൊക്കെ നമ്മൾ ഉരുക്കിയെടുത്തു. ഇനി നമ്മുടെ ഓരോ കയർ എടുത്തിട്ട് നമ്മുടെ വലിയ ടയറിൻ്റെ ഓരോ ഹോളിലേക്ക് നമ്മൾ മുകളിൽ നിന്നും അടിയിലേക്ക് ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 23 കയറും നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ എല്ലാ കയറുകളും നമ്മൾ ഇതേപോലെ കോർത്തെടുത്തു. ഇനി നമുക്ക് ഓരോ കയറെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ അടിഭാഗത്തെ ഭാഗത്ത് നമ്മൾ അതായത് എൻഡ് ഭാഗത്ത് നമ്മൾ ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 കെട്ട് നമ്മൾ ഇതേപോലെ കെട്ടുന്നുണ്ട്. ഒരുമിച്ച് 2 കെട്ട് നമ്മൾ കെട്ടുന്നുണ്ട്. ആ കെട്ടൊരിക്കലും കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് 2 കെട്ട് ഒരുമിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇനി നമുക്ക് എല്ലാ കയറും ഇതേപോലെ കെട്ടിക്കൊടുക്കാം.
അപ്പോൾ അതാ എല്ലാ കയറിൻ്റെയും എൻഡ് ഭാഗത്ത് ഇതാ നമ്മൾ കെട്ടിക്കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇതേപോലെ വലിച്ചു വെച്ചതിന് ശേഷം ഇനി ഇതാ നമ്മൾ ചെറിയ ടയർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയ ടയറിൻ്റെ ഹോളിലൂടെ ഇത് ഓരോ കയറും നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് കയർ തന്നെയാണ് നമ്മൾ ആദ്യം കോർത്തെടുക്കുന്നത്. അതിനുശേഷം അതാ ഇതേപോലെ ഓരോ കയറുകളായിട്ട് നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ അതെ രണ്ട് ടയറിലും നമ്മൾ കയറുകളൊക്കെ കോർത്തെടുത്ത് കഴിഞ്ഞു. ഇതേപോലെ രണ്ട് ടയറിലും നമ്മൾ കയറുകൾ കോർത്തതാണ് ഇതേപോലെ. ഇനി നമുക്ക് ഇതേപോലെ ഇത് ഒരു ചെറിയ അകലം വരുന്ന രണ്ട് മരം, അതായത് രണ്ട് കവുങ്ങാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് ടയർ രണ്ട് ഭാഗത്തായിട്ട് കറക്റ്റ് കെട്ടുന്നുണ്ട്. ഇതേപോലെ ഇത് കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മടഞ്ഞെടുക്കാൻ, അതായത് നമ്മുടെ വിലങ്ങനെ നമുക്ക് കയർ കെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ടയർ കെട്ടുന്നത്. അപ്പോൾ അടുത്തുള്ള രണ്ട് മരങ്ങളിൽ നമ്മൾ കെട്ടുന്നുണ്ട്. ഇതൊരു 4 അടി അകലത്തിലാണ് ഈ രണ്ട് മരങ്ങൾ ഉള്ളത്. അപ്പോൾ രണ്ട് കവുങ്ങിൽ നമ്മൾ രണ്ട് ടയറും കെട്ടിക്കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഈ കയറുകളൊക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇതേപോലെ ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് കണ്ടില്ലേ, ഇതേപോലെ ഓരോന്ന് എടുത്ത് നമുക്കൊന്ന് ടൈറ്റാക്കിയതിന് ശേഷം ഒന്ന് അതേപോലെ ഒരുമിച്ച് കെട്ടി ഒന്ന് വലിച്ച് കെട്ടിക്കൊടുക്കുക. മറ്റൊരു കയറിൻ്റെ പീസ് എടുത്തിട്ടാണ് നമ്മൾ തൽക്കാലം ഇത് ഇതേപോലെ വലിച്ച് കെട്ടുന്നത്. അതിന് ശേഷം നമുക്ക് വിലങ്ങനെ കെട്ടാനുള്ള കയറെടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നമുക്ക് ആദ്യം നമ്മൾ ഒരു ഭാഗത്ത് ടയറിൻ്റെ മുകളിൽ കെട്ടിയതിന് ശേഷമാണ് ഇതേപോലെ നമ്മൾ ഓരോ കയറിലായിട്ട് ഇതേപോലെ വിലങ്ങനെ നമ്മൾ ഓരോ കയറിലും നമ്മൾ ഇതേപോലെ കെട്ടിയെടുക്കുന്നുണ്ട്. ഓരോ കയറിലും നമ്മൾ കെട്ട് കൊടുക്കുന്നുണ്ട്. കെട്ടിയാണ് നമ്മൾ ഇത് പോകുന്നത്. അപ്പോൾ അതൊരു വരി നമ്മൾ കെട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ രണ്ടാമത്തെ വരി കെട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കയറുന്നത് ഇതേപോലെ ഒന്ന് കെട്ടിട്ടതിന് ശേഷം ഇതേപോലെ നമ്മളൊരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അത് തിരിച്ച് നമ്മൾ മറ്റേ സൈഡിലേക്കും അതേപോലെ തന്നെ ഓരോ കയറിലും കെട്ടിപ്പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഏകദേശം കെട്ടിക്കഴിഞ്ഞു. ഇനി 5 വരി നമ്മൾ ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. ആ വരിന് നമ്മുടെ കയറ് തീരാനായി. അപ്പോൾ 5ാമത്തെ വരിയിൽ നമ്മളിത് നിർത്തുകയാണ്. അതിന് ഇതേപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിത് വേണമെങ്കിൽ ഇത് കുറേയും കൂടി ഗ്യാപ്പ് അടുപ്പിച്ച് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കെട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് മതി, ഇത്രയും തന്നെ ധാരാളമാണ്, അടിപൊളിയായിട്ട് നമുക്ക് നിൽക്കും. അത് ലാസ്റ്റിലത്തെ അതായത് നമ്മൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എൻഡ് ഭാഗം നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് മെഴുകുതിരി കത്തിച്ച് ഒന്ന് ഉരുക്കി റെഡിയാക്കി കൊടുക്കുന്നു. ഇനി നമ്മൾ തൽക്കാലം കെട്ടിവെച്ച കെട്ടുകളൊക്കെ നമുക്ക് അയച്ചെടുക്കാം. അപ്പോൾ കവുങ്ങിൽ നിന്ന് നമുക്ക് ടയറുകളൊക്കെ അയച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം കെട്ടണം. അത് നമ്മൾ ഒരു ഹുക്കിൽ, അതായത് ഒരു കമ്പിക്കുളത്തിൽ ഇതേപോലെ വെച്ചതിന് ശേഷമാണ് നമ്മളത് കെട്ടുന്നത്. അത് നമുക്ക് ഹുക്കോ അല്ലെങ്കിൽ നമുക്ക് അതായത് റിങ്, അതായത് കമ്പിയുടെ നല്ല റിങ്ങൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. അതേപോലെയുള്ള റിങ്ങിലോ അല്ലെങ്കിൽ ഇതേപോലെ നല്ല കമ്പിയുടെ ഹുക്കിലോ ഒക്കെ നമുക്ക് ഇതേപോലെ കെട്ടിയെടുക്കാം. ഒരുമിച്ച് എല്ലാ കയറും കൂടി ഒരുമിച്ച് നമ്മൾ കറക്റ്റ് ലെവലിൽ നമ്മൾ അടിയിലത്തെ ടയർ അതേപോലെ ഒക്കെ കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ കയറൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ ഇതേപോലെ കെട്ടിയെടുക്കുന്നത്. അതേപോലെ അത് ഒരുമിച്ച് എല്ലാ കയറും കൂടി ഒരുമിച്ച് ഇതേപോലെ കെട്ടിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഓരോ കയറുകൾ എടുത്തിട്ട് ഈ രണ്ട് കയറുകൾ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് കെട്ടുന്നുണ്ട്. ഒരു കാരണവശാലും അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് കെട്ടിയെടുക്കണം ഈ മുകൾ ഭാഗം. അപ്പോൾ
നമ്മുടെ ഊഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഊഞ്ഞാൽ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ടയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഊഞ്ഞാല റെഡിയാക്കിയത്. അപ്പോൾ അത് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പലക റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ പലക ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വെക്കുന്നത്. മുകൾ ഭാഗത്ത് നിന്നും അടിഭാഗത്തേക്കാണ്, ടയറിൻ്റെ അടിഭാഗത്തേക്കാണ് നമ്മൾ പലക വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇരിക്കാൻ നല്ല സുഖമാണ്. ഇത് മുകൾ ഭാഗത്തേക്കും നമുക്ക് വെക്കാം, പക്ഷേ ഇരിക്കാൻ സൗകര്യം നമുക്ക് ഇത് അടിഭാഗത്തേക്ക് ഇതേപോലെ വെക്കുമ്പോഴാണ്, അടിഭാഗത്തേക്ക് വെക്കുമ്പോഴാണ് നമുക്ക് ഇരിക്കാൻ ഏറ്റവും സൗകര്യം. അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കുക. ഇതേപോലെ ഇരുന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വലിയവർക്കോ കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ആടാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ ഇതിൽ തന്നെയാണ്, ഇതിൽ ആടാനുള്ള അടിയാണ് കുട്ടികളൊക്കെ തമ്മിൽ. അപ്പോൾ ഭയങ്കര രസമാണ് അവർക്ക്. അപ്പോൾ അടിപൊളിയായിട്ട് അവരൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഊഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്തു. 2 ടയർ മാത്രമേ, പഴയ ടയർ മാത്രമേ നമുക്ക് ആവശ്യം വന്നുള്ളൂ. പിന്നെ ഈ കയറും വളരെ ചുരുങ്ങിയ ചിലവിലാണ് നമ്മൾ നിർമ്മിച്ചത്. ഇതിന് നമ്മൾ 1/2 കിലോ കയറാണ് വാങ്ങിയത്. ഈ കയർ 1 കിലോ 1 കിലോ 180 രൂപ, 90 രൂപയുടെ കയറാണ് നമ്മൾ ഇതിനായിട്ട് വാങ്ങിയത്. അപ്പോൾ അത് അടിപൊളി ഊഞ്ഞാലാണ്. അപ്പോൾ നമ്മുടെ ഈ ഊഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. ഭാഗത്തുള്ള നമ്മുടെ ഈ ടയർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൊക്കുകയോ താത്തുകയൊക്കെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ താത്തി വെക്കാം. അപ്പോൾ വലിയവർക്കൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോലെ വലിയവർക്കൊക്കെ ആകുമ്പോൾ അതേപോലെ പൊക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ഇരിക്കുക ആടാം.